Hello everyone. നമ്മുടെ ലാസ്റ്റ് ടു സെക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വി ഹാവ് ഗോൺ ത്രൂ ലോജിക്കൽ കണക്റ്റീവ്സ്. പിന്നെ എന്താ നമ്മൾ പോയത്? സെക്കൻഡ് സെക്ഷൻ പഠിച്ചത് ക്വാണ്ടിഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് ലാംഗ്വേജിന് വേണ്ടത് വൊക്കാബുലറിയാണ്. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഒരു വൊക്കാബുലറിയാണ് ഇത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. What is it? This logical connectives and quantifiers. Okay. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് സിൻടാക്സ് ആണ്, റൈറ്റ്? അപ്പൊ നമുക്കിനി ആവശ്യം എന്താണ്? ഈ പഠിച്ച വൊക്കാബുലറിനെ അല്ലെങ്കിൽ വേർഡ്സിനെ അറേഞ്ച് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യാണ്? ഒരു നമുക്ക് അറിയാന്നുള്ള ഒരു ട്രൂ ആണോ ഫോൾസ് ആണോ എന്നതിൽ എത്തിക്കുന്ന കൺക്ലൂഷനിൽ എത്തിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൂഫ് എന്ന് പറയുന്നത്, റൈറ്റ്? ഓക്കെ, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കമ്പൈൻ ചെയ്ത് മാത്തമാറ്റിക്കൽ പ്രൂഫ് ഉണ്ടാക്കുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ടെക്നിക്സ് ഓഫ് പ്രൂഫ്സ്. പല ടെക്നിക്കൽ ഉപയോഗിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് റീസണിങ് നോക്കാം. ലോജിക്കൽ റീസണിങ്, രണ്ട് ടൈപ്പ് ഓഫ് ലോജിക്കൽ റീസണിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ is the inductive reasoning and the second one is the deductive reasoning. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കേസസ് നമ്മൾ നോക്കും. അപ്പോൾ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഫോം ചെയ്യുമെന്ന് നോക്കും, എന്നിട്ട് അതിനെ ജനറലൈസ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. What is an inductive reasoning? In inductive reasoning, we looks at individual cases and then generalize. Okay. While generalizing, we don't know whether it is true or false. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ പാറ്റേൺ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് വി വിൽ ഫോം എ ജനറലൈസേഷൻ. നമ്മളൊരു ജനറലൈസ് ചെയ്യും, എന്നിട്ട് അത് പ്രൂവ് ചെയ്ത് നോക്കും ശരിയാണോ. ആ ടൈപ്പ് ഓഫ് റീസണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു n square plus n plus 17, right? F of n is equal to n square plus n plus 17. ഇതിന് നമ്മൾ f of 1 കണ്ടുപിടിക്കും, f of 2, f of 3, etc. Right? From finding f of 1, we have got it as 19, f of 2 as 23, f of 3 as 29, etc. f of 15 as 257. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി വന്നപ്പോഴത്തേക്കും 19, 23, 29 ഇതെല്ലാം എന്താണ്? പ്രൈം നമ്പർ ആണ്, റൈറ്റ്? അപ്പോ നമ്മളൊരു ജനറൽ പാറ്റേൺ കണ്ടെത്തി. വാട്ട് ഈസ് എ ജനറൽ പാറ്റേൺ? ഹിയർ ഇറ്റ് ഈസ് ദാറ്റ് എഫ് ഓഫ് എൻ എന്താണെന്ന് മനസ്സിലായി, ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, ദിസ് ഇസ് ദ ജനറലൈസേഷൻ വി ആർ മേക്കിംഗ് ഹിയർ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പി ഓഫ് എൻ ആണ്. This is the P of n is a statement f of n is a prime number, right? This statement can be false, also true, right? അപ്പോൾ നമുക്കിത് ട്രൂ ആണോ, നമ്മൾ ഇത് ആകെ കൂടെ നമ്മൾ എഫ് ഓഫ് 15, 257 ഒരു പാറ്റേണിലാണ് നമ്മൾ മനസ്സിലാക്കി. 15 വരെ അത് ട്രൂ ആയി, അത് കഴിഞ്ഞിട്ട് 16 ആകുമ്പോൾ ട്രൂ ആവോ, 17 ആകുമ്പോൾ ട്രൂ ആവോ നമുക്ക് അറിയത്തില്ല, റൈറ്റ്? ഈ ടൈപ്പ് ഓഫ് റീസണിങ്ങിനെയാണ് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് എ കൺജങ്ചർ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയത്തില്ല, ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. നമ്മളൊരു ജനറൽ പാറ്റേണിൽ നമ്മൾ പാറ്റേൺ കണ്ടെത്തി, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എഫ് ഓഫ് എൻ എന്താണെന്ന് പറഞ്ഞു? പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ്? വി ആർ മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് എഫ് ഓഫ് എൻ ഈസ് എ പ്രൈം നമ്പർ. We have it proved that for all n f of n is a prime number. ഇപ്പോഴെന്താണ്? ഇപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താവാം? ഫോൾസ് ആവാം, ട്രൂ ആവാം. ഈ പ്രോസസ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്ത് പോവുക. പക്ഷെ ആക്ച്വലി ഇവിടെ നമ്മൾ എന്താണ്? വി ക്യാൻ സേ ദാറ്റ് there exists n such that എന്താണ്? f of n is a prime number.
Okay. This, if we take this as P of n, this statement is what is it? True. Okay. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തില്ല? പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വി ആർ കൺസിഡറിങ് ദി സ്റ്റേറ്റ്മെന്റ് എഫ് ഓഫ് എൻ ഈസ് എ പ്രൈം നമ്പർ ഫോർ ഓൾ എൻ. അപ്പൊ നമ്മൾ എന്താ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോവാം. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോയപ്പോ നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് പുട്ട് n is equal to 17. എന്താ? n-ന് എന്ത് കൊടുത്തു? 17 കൊടുത്തു. n-ന് 17 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? f of n എന്തായി മാറും? It will become n square 17 square plus 17 plus 17, right? We can take 17 outside. 17 പുറത്തെടുത്തു കഴിഞ്ഞാൽ 17 plus 1 plus 1, which is equal to 17 into 19, right? Product of two numbers ആയിട്ട് കിട്ടിയ f of n ന് എഴുതാൻ പറ്റുമോ? Which is not right. Right? അപ്പോൾ എന്താ കിട്ടിയത്? We have found that the statement f of n is a prime number for all n is, what is it? False. നമുക്ക് എങ്ങനെ മനസ്സിലായി false ആണെന്ന്? ഒരൊറ്റ സിമ്പിൾ എക്സാമ്പിൾ കണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി ല്ലോ. ആ ടൈപ്പ് ഓഫ് എക്സാമ്പിളിനെയാണ് നമ്മൾ പറയുന്നത് കൗണ്ടർ എക്സാമ്പിൾ. വാട്ട് ഈസ് ഇറ്റ്? കൗണ്ടർ എക്സാമ്പിൾ. അപ്പൊ വി ആർ ഗോയിങ് ടു ഡിഫ്. അപ്പൊ നമ്മളൊരു പുതിയൊരു ടേം കൂടെ മനസ്സിലാക്കി. ഇറ്റ് ഈസ് എൻ കൗണ്ടർ എക്സാമ്പിൾ. അപ്പൊ കൗണ്ടർ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Counter example is a special example that disproves the statement. ഇവിടെ നമുക്ക് n-ന് 17 കൊടുത്തപ്പോൾ if we have put n is equal to 17, we have proved that Pn is false. That means ഒരു സ്റ്റേറ്റ്മെന്റ് false ആണെന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ, ഒരു സ്പെഷ്യൽ എക്സാമ്പിൾ വെച്ച് നമുക്ക് സാധിക്കുമെങ്കിൽ ആ എക്സാമ്പിളിനെയാണ് എന്ത് പറയാൻ പറ്റിയത്? കൗണ്ടർ എക്സാമ്പിൾ. ഇവിടെ ഒരു മെയിൻ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? ഫോൾസ് ആയിരുന്നു. ഓക്കെ. അപ്പോ എന്താണ്? It takes only one counter example to prove that for every n, P of n is false. അപ്പൊ നമുക്ക് എത്ര കൗണ്ടർ എക്സാമ്പിൾ P of n false ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്താ? ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ മതി. ഈ കേസിൽ we have proved that the statement f of n is a prime number for all n false by taking n is equal to, what is it? 17. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കൗണ്ടർ എക്സാമ്പിൾ ഏതായിരുന്നു? n is equal to 17. അപ്പൊ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കി നോക്കാം. Consider this question. Provide counter examples for the following statements. Okay, what is the? All birds can fly. This statement is true or false? നമുക്കറിയാലോ ഓസ്ട്രിച്ച് എന്ത് ചെയ്യത്തില്ല? പറക്കത്തില്ല, റൈറ്റ്? അപ്പൊ അത് ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് ഓസ്ട്രിച്ച് ഡസന്റ് ഫ്ലൈ, വി നോ ദാറ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി? ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അടുത്ത എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് every continuous function is differentiable. അത് ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റിയും പഠിക്കുന്നവർക്ക് അറിയാം. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല. മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. സോ എന്താ നമുക്ക് അവിടെ മനസ്സിലായി? ഒരൊറ്റ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് മനസ്സിലായി ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് false. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കാൻ ഒരു ഐഡിയ കിട്ടി. ദാറ്റ്സ് എ പ്രൂഫ് ടെക്നിക് 1. കൗണ്ടർ എക്സാമ്പിൾസ് കണ്ടെത്തുക. കൗണ്ടർ എക്സാമ്പിൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് false. അപ്പൊ ഒരു ഐഡിയ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. Then we have gone through ഒരു method of technique, that is the counter example. Using counter example we can disprove the statement. ഒരൊറ്റ counter example മതി നമുക്ക് ആ statement disprove ചെയ്യാനായിട്ട്. Okay. Now we will move on to the deductive reasoning. Okay. ഈ deductive reasoning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് known to unknown ലോട്ട് പോവുകയാണ്.
നമുക്ക് അറിയാമെന്നുള്ള ഫാക്റ്റിൽ നിന്ന് അറിഞ്ഞൂടാത്ത ഫാക്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോട്ട് ടു അൺനോൺ. സ്റ്റാർട്ടിങ് വിത്ത് ഫാക്ട്സ്, ദെൻ ഡിഡക്റ്റിംഗ് അതർ ഫാക്ട്സ് ഫ്രം ദോസ് ഫാക്ട്സ്. നമുക്ക് അറിയാന്നുള്ളതിൽ കയറി അടുത്ത് അറിയാന്നുള്ളതിലോട്ടും അങ്ങനെ 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 നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എവിടെ എത്തും? നമ്മുടെ ആൻസറിലെത്തും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ദാറ്റ് മീൻസ് വി ആർ അപ്ലൈങ് എ ജനറൽ പ്രിൻസിപ്പിൾ ടു എ പെർട്ടിക്കുലർ കേസ്. അപ്പൊ നമ്മളൊരു മാത്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൂഫ് എടുത്തു നോക്കിയാലും ദിസ് ടൈപ്പ് ഓഫ് റീസണിങ് ആണ് ഉപയോഗിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് റീസണിങ് ആണ്? ഡിഡക്റ്റീവ് റീസണിങ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് വി ആർ ഡിഡക്റ്റിംഗ്. നമ്മൾ പതിയെ 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 ഡിഡക്ട് ചെയ്ത് നമ്മൾ എവിടെ എത്തുകയാണ്? നമ്മുടെ ആൻസറിൽ എത്തുകയാണ്. Going to consider an example. G and M is equal to n square plus n plus n. Okay, where n and m are positive integers. What is it? n ഉം m ഉം എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. നമ്മൾ നേരത്തെ പോലെ ഇൻഡക്റ്റീവ് റീസണിങ് വെച്ച് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം ചെയ്യാൻ പോവാണ്. ഓക്കെ, g of 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്നിന് 1 ഉം ജിക്ക് 2 ഉം കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 square plus 1 plus 2 which is equal to 4. It can be written as, what is it? 2 square. Right? G2 3. It is 2 square plus 2 plus 3. This is equal to 9, which is equal to 3 square. Etc. G5 6 is 5 square plus 5 plus 6, which is 36, and which is equal to 6 square. Right? അപ്പോൾ എക്സെട്ര വി ഗോട്ട്. പിന്നെയും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. G12 13 എത്തിയപ്പോൾ 12 square plus 12 plus 13 is equal to 169, which is equal to 13 square. ഇൻഡക്റ്റീവ് റീസണിങ് എത്തി നമ്മൾ ഒരു ജനറൽ പാറ്റേണിൽ എത്തിയിരിക്കുകയാണ്. വാട്ട് ഇസ് ദ ജനറൽ പാറ്റേൺ? നോക്കിയേ, 1 2 2 3 5 6 12 13 ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്? അടുത്തടുത്തുള്ള രണ്ട് നമ്പറാണ്. അപ്പൊ എന്താണ്? നമുക്ക് വേണമെങ്കിൽ എഴുതാം G n, n plus 1. Right? Will be is equal to, നോക്കിക്കേ, 2 square, 3 square, 6 square, 13 square. അപ്പൊ എന്താ? രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ ആണ്. n plus 1 the whole square. Right? For all n. അപ്പൊ നമ്മുടെ കൺജങ്ചർ എന്താണ് ഇവിടെത്തത്? G of n is equal to, we have reached a statement. Q of n is equal to G of n, n plus 1 is equal to n plus 1 the whole square. This is our statement. നമുക്ക് അറിയത്തില്ല ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ. ഫോൾസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു കൗണ്ടർ എക്സാമ്പിൾ കണ്ടെത്തിയാൽ മതി. കൗണ്ടർ എക്സാമ്പിൾ ആണെങ്കിൽ നേരത്തെ കേസ് പോലെ നമ്മൾ ഒരു കൺജങ്ചറിലെത്തി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിലെത്തി. എന്നിട്ട് നമുക്ക് എന്താ അവിടെ നമ്മൾ ഒരു കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിച്ച് അതോടുകൂടി ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഫോൾസ് ആയി. ഈ കേസിൽ നമ്മൾ എവിടെ എത്തി? ഒരു സ്റ്റേറ്റ്മെന്റിലെത്തി. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫോർ ഓൾ n. ദിസ് ഈസ് അവർ സ്റ്റേറ്റ്മെന്റ്. റൈറ്റ്? അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ഒരു ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. which is equal to G n വന്നപ്പോ എങ്ങനെയാ നമ്മൾ എഴുതിയ? what is it? n ന്റെ സ്ഥാനത്ത് n സ്ക്വയർ പ്ലസ് n പ്ലസ് m ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ എന്ത് വരും? n സ്ക്വയർ പ്ലസ് n പ്ലസ് m ന്റെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത് n പ്ലസ് 1. റൈറ്റ്? അപ്പോ നമുക്ക് നോൺ ഫാക്ട് നമ്മൾ അവിടെ കൊടുത്തു. റൈറ്റ്? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ജസ്റ്റ് റിമൂവ് ചെയ്തു n സ്ക്വയർ പ്ലസ് n പ്ലസ് n പ്ലസ് 1. റൈറ്റ്? നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഇതിന്റെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാന്നുള്ളത്, നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ലാതെ ഇത് കൊച്ചുകുട്ടികളുടെ പ്രൂഫ് ഒന്നും എന്നുള്ളതല്ല, ഹൗ വി പ്രൂവ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നോൺ ഫാക്ട് എന്താണ്? വി നോ ദ ഫാക്ട് ദാറ്റ് n പ്ലസ് 1 n പ്ലസ് n എന്താണെന്ന് നമുക്കറിയാം, 2n ആണെന്ന് അറിയാം. ദാറ്റ് ഇസ് ദ നോൺ ഫാക്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഡിഡക്ട് ചെയ്തു, അറിയാവുന്ന ഫാക്ടുകൾ ഉപയോഗിച്ച് പോവുകയാണ്. ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. റൈറ്റ്? വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാം? ദിസ് ഈസ് n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. റൈറ്റ്?
ഇനി നമുക്ക് ഫാക്ട് അറിയാം. നമുക്കൊരു തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം. ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്കറിയാം? n+1 the whole square, right? അപ്പൊ നോക്കിക്കേ, ഏതൊരു n എടുത്താലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? n+1 the whole square തന്നെ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അടുത്തടുത്തുള്ള രണ്ട് നമ്പർ G17, 18 ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്ട്ലി നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 18 സ്ക്വയർ. അപ്പോ നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എടുത്തിരിക്കുന്ന റീസണിങ്, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് എത്തിയപ്പോൾ നമ്മൾ ഏത് റീസണിങ് ആണ് ഉപയോഗിച്ചത്? ബ്രാക്കറ്റ് റിമൂവ് എന്നുള്ള റീസണിങ് അല്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള റീസണിങ് ആണ് അവിടെ ഉപയോഗിച്ചത്. അതിന് വേറെ ഒരു എന്നിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തുക എന്നുള്ള റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? n+n എന്ന് പറയുന്നത് 2n ആണ്. അതും എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിച്ച് അറിയാന്നുള്ള ഫാക്ട് ഏതാണ്? n+1 the whole square എന്നുള്ള ഫാക്ടറൈസേഷൻ ആണ്. അവിടെയും എന്താണ്? എന്നിനെ എന്നുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസും അവിടെ വരുന്നില്ല, റൈറ്റ്? ദാറ്റ് മീൻസ് ഏതൊരു n എടുത്താലും ഇത് ട്രൂ ആണ്. ദാറ്റ് മീൻസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ n. അപ്പൊ എന്ത് കിട്ടി? വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് for all n, q of n is true, right? അപ്പോ നമ്മൾ ഒരു ജനറലൈസേഷനിലെത്തി, this is true. So ഏതൊരു പർട്ടിക്കുലർ കേസ് എടുത്താലും ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വിത്തൗട്ട് എനി എന്താണ് കമ്പ്യൂട്ടേഷൻ, റൈറ്റ്? this type of reasoning is called എങ്ങനെയാണ്? ഡിഡക്റ്റീവ് റീസണിങ്. Now you have understood that. ഞാൻ പറഞ്ഞു, starting with non-facts, then deducing the other facts from those facts. നമുക്കറിയാം ഒരു ഫാക്റ്റിൽ നിന്ന് അടുത്ത ഫാക്റ്റിലോട്ട് നമ്മൾ പതിയെ പോവാണ്, ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഡിഡക്റ്റീവ് റീസണിങ്, ഈ എക്സാമ്പിളില് നമ്മൾ ഏത് ഫാക്ട് ഒക്കെയാണ് ഉപയോഗിച്ചത്? ജനറൽ റൂൾ ഏതാണ്? വേരിയബിൾസിന്റെ അഡീഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ ഏതാണ്? ഫാക്ടറൈസേഷൻ ഓഫ് പോളിനോമിയൽസ്. അപ്പൊ നമുക്കൊരു ജനറൽ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്ത് റിസൾട്ടിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. I hope you understand what is the difference between inductive reasoning and deductive reasoning.